ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു തേഴ്സ്ഡേ ഈവനിങ് ആണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പുറത്ത് ഡേ ടു ഡേ മാർക്കറ്റിലാണ് പോകുന്നത്. ആ കാണുന്നതാണ് ഡേ ടു ഡേ മാർക്കറ്റ്. ഹലോ, അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഡേ ടു ഡേ മാർക്കറ്റ്. ഇവിടെ കയറിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നല്ല തിരക്കാണ്. കാരണം ഇന്ന് തേഴ്സ്ഡേ അല്ലേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല എന്താ പറയുക, കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് കിട്ടും. പക്ഷേ നല്ല ക്വാളിറ്റി ഒന്നുമല്ല, സ്റ്റിൽ കുഴപ്പമില്ല. ഇത് കുറച്ച് LED ലൈറ്റ്സ് ആണ്. ഇവിടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് കണ്ടായിരുന്നു. പക്ഷെ ഒന്നും വാങ്ങാൻ പറ്റിയില്ല, കാരണം നല്ല തിരക്കായിരുന്നു. നമുക്ക് ക്യൂ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ നമ്മളെല്ലാം നോക്കിയിട്ട് ഇറങ്ങി പോകുന്ന വഴിയിലാണ് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് സാധനങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. പക്ഷെ തൽക്കാലം നമ്മളിപ്പോൾ അതിനകത്ത് കയറിയില്ല, കാരണം നമുക്ക് ടൈമില്ല. നമ്മൾ നല്ല വിശന്നിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ജെയ്ത്തൂണിലോട്ട് പോയി. ഇവിടെ വന്നപ്പോഴാണെങ്കിലോ അതിനേക്കാളും തിരക്ക്. കാരണം ഇന്ന് തേഴ്സ്ഡേ അല്ലേ, വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും പുറത്താണ്. ഞങ്ങൾ അപ്സ്റ്റേഴ്സിൽ വന്നു. അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് സീറ്റ് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മളിങ്ങനെ ടേബിൾ നോക്കി നടക്കായിരുന്നു. അങ്ങനെ നോക്കി പോയപ്പോൾ നമുക്കൊരു ടേബിൾ കിട്ടി. അങ്ങനെ വന്ന ഉടനെ നമ്മൾ ആദ്യം തന്നെ ചായ ഓർഡർ ചെയ്തു. എനിക്കിവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റി ചായയാണ്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ്. ഫ്രഷ് മിൽക്കിലാണ് ഇവരുണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ആസ്വദിച്ച് ചായ കുടിക്കുകയാണ് ഞാൻ. ചായ കുടിക്കണോ, കാരണം രണ്ടിനും തണുച്ചൂട് സൂപ്പ് കുടിക്കണോ, രണ്ടും തണുത്താൽ കൊള്ളൂല. പിന്നെ ഇവിടുത്തെ ചൂട്, പിന്നെ പ്രവാസ ജീവിതത്തിന്റെ ദുരിതങ്ങൾ, ചൂട് സംഭവിച്ചിട്ടാണ് നിങ്ങൾ നെട്ടം. ഞാൻ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, അതിൽ കയറി കാണൂ. ബെൽ ബട്ടൺ ഇടിച്ചമർത്തും. ആക്ച്വലി നമ്മളിരുന്ന ടേബിളിൽ ഒട്ടും തന്നെ AC ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ചൂടെടുത്തിട്ടാണ്. ഇപ്പോഴാണ് ഞാൻ ഓർഡർ ചെയ്തത്. എൻ്റെ ഫ്രൈഡ് റൈസ് ആണ്. അപ്പം തന്നെ ഞാനത് വാങ്ങി. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. അതല്ലെങ്കിൽ ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും. ഇത് മിക്കവാറും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോംബോ ആണ്. അതുപോലെ തന്നെ എനിക്ക് ജെയ്ത്തൂണിലുള്ള ബാർബിക്യൂ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയുള്ള എല്ലാ ഫുഡും നല്ല ടേസ്റ്റിയാണ്. സാധാ വേറെ ഹോട്ടൽ പോലെയല്ല, കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഖത്തറിലുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ കസിൻസ് പറഞ്ഞിരിക്കുന്നത് ബാർബിക്യൂ, സ്പെഷ്യൽ ബാർബിക്യൂ, പിന്നെ പാൽ പൊറോട്ടയാണ്. എൻ്റെ ബ്രദർ സെയ്ത്തൂണിലുള്ള ഈ ബാർബിക്യൂ കഴിച്ചിട്ടില്ല. അപ്പം എൻ്റെ അടുത്ത് പറയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ. ഇതാണ് ഇവിടുത്തെ പാൽ പൊറോട്ട. നമ്മൾ വാങ്ങിയത് ചിക്കനാണ്. ഇതിൻ്റെ ബീഫും ഉണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറേ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ഖത്തറിലാണെങ്കിലും നമ്മളങ്ങനെ തമ്മിൽ കാണാറൊന്നുമില്ല, കാരണം ഓരോരുത്തർ അവരുടേതായ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ബിസിയാണ്. അപ്പോൾ വല്ലപ്പോഴുമാണ് നമ്മളിങ്ങനെ ഒത്തുകൂടുന്നത്. അപ്പോൾ നല്ല ഫണ്ണാണ്. എല്ലാവർക്കും കസിൻസിൻ്റെ കൂടെ പോകുമ്പോൾ അങ്ങനെയാണല്ലോ. പിന്നെ കുറേ നേരം കത്തി വെച്ചൊക്കെ ഇരുന്നപ്പോൾ നമ്മൾ അവിടുത്തെ ചൂടിനെ പറ്റിയൊക്കെ മറന്നുപോയി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പണ്ടാറോടി. ഇവരെന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുതിലെ തൊട്ടേ ഉള്ള എൻ്റെ കസിൻസാണ്. അപ്പോൾ കസിൻസായിട്ട് മാത്രമല്ല, നമ്മൾ തമ്മിൽ നല്ല ക്ലോസ് ഫ്രണ്ട്സ് പോലെയാണ്.
ഇവർ മാത്രമല്ല, എനിക്ക് ഇനിയും കുറേ കസിൻസ് ഉണ്ട്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇവിടെ വന്നതിന് ഇതേ മാത്രം പാർസൽ. അങ്ങനെ നമ്മൾ കഴിച്ചൊക്കെ പുറത്തിറങ്ങി. ഇനി നമ്മളിവിടെ നിന്ന് വേറെ എവിടെ പോകേണ്ടതെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പുറത്തിറങ്ങിയപ്പോഴാണ് കണ്ടത് ഒരുപാട് പേര് പുറത്ത് ക്യൂ നിൽപ്പുണ്ടായിരുന്നു അകത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുമായിരുന്നു എന്ന് മനസ്സിലായി. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ കോർണിഷിലൊരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ഒരു സ്ഥിരം സ്പോട്ടാണ്. നല്ല രസമാണ് അവിടെ പോകാൻ. കുറച്ച് മെൻ്റൽ പീസൊക്കെ കിട്ടുന്ന സ്ഥലമെന്ന് വേണമെങ്കിൽ ഈ സ്ഥലത്തിനെ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് വണ്ടി ഇവിടെ ഇട്ടിട്ട് വേണം നടന്നു പോകാനായിട്ട്. കാരണം അവിടെ വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് നടന്ന് നമ്മുടെ ആ ഒരു സ്പോട്ടിലോട്ട് നടന്ന് പോവുകയാണ്. എത്ര നടന്നാലും നമുക്ക് ഒന്നും ടയേർഡായിട്ട് തോന്നില്ല. കാരണം ആ സ്ഥലം ഒരു പ്രത്യേക വൈബാണ്. നമ്മൾ ഇന്ന് ഒറിക്സിൽ പോവുകയാണ്. രാത്രി മണി 10:30 അതുകൊണ്ട് നമ്മളും ഇത്താമാരും എൻജോയ് ചെയ്യാൻ വേണ്ടി ഒറിക്സിലോട്ട് പോവുകയാണ്. ബാക്കി വിശേഷം അവിടെ പോയി. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഒറിക്സ്. കാരണം ഈ ഒരു ഡോള് അവർ മെൻഷൻ ചെയ്യുന്നത് ഒറിക്സ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലാണ് ആ ഒരു സ്പോട്ട്. അതെന്ന് പറഞ്ഞാൽ നല്ല ബീച്ചുമാണ്, എന്നാൽ നമുക്ക് നല്ല വ്യൂവും കിട്ടും. അതേസമയം നമുക്ക് കാല് നനയ്ക്കാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് നല്ല ഒരു വൈബായിട്ടുള്ളൊരു സ്ഥലമാണ്. കണ്ടില്ലേ, നല്ല രസമില്ലേ? നമുക്ക് നല്ല ബിൽഡിങ്സ് കാണാം, അതേസമയം അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാം. അങ്ങനത്തെ പറ്റിയൊരു സ്ഥലമാണ്. എനിക്കിവിടെ നല്ല ഇഷ്ടമാണ് ഇവിടെ വന്നിരിക്കാൻ. കടൽ നല്ല ബാക്കിലോട്ട് ഇറങ്ങി. നമ്മൾ മുൻപ് വന്നപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് ഇരുന്നിട്ട് കാല് നനയ്ക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നല്ലപോലെ വെള്ളം താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഇറങ്ങി കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ഒറിക്സ്? അതെ, ഒറിക്സ് നല്ല വൈബായിരുന്നു. കടലിൽ വന്നില്ലെങ്കിൽ പക്ഷേ കുറച്ച് കടൽ താഴോട്ട് ഇറങ്ങിയതുകൊണ്ട് നമുക്കൊരു വൈബ് കിട്ടിയില്ല. അങ്ങനെ വൈബൊന്നും കിട്ടാതെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പോൾ ശരി, അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.